നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ശബരിമലയിൽ എപ്പോഴാണ് ഭക്തർക്ക് ദർശനമുള്ളതെന്നും എന്തെല്ലാമാണ് അവിടുത്തെ പൂജാവിധികളെന്നും പലർക്കും പലതരത്തിലാണ് സംശയം. 1950 മുൻപ് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് നട തുറന്നിരുന്നത്. ചില അനിഷ്ട സംഭവങ്ങൾ കാരണം പുനഃപ്രതിഷ്ഠ നടത്തിയ ആചാര്യന്മാരാണ് നട തുറക്കുന്നതിൻ്റെയും പൂജയുടെയും എണ്ണം കൂട്ടിയത്. നഷ്ടമായ ക്ഷേത്ര ചൈതന്യം കൂടുതൽ പൂജകളിലൂടെ വീണ്ടെടുക്കുന്നതിനായിരുന്നു അത്. എല്ലാ മലയാള മാസവും 1-ാം തീയതി ശബരിമലയിൽ സാധാരണ പൂജയുണ്ടായിരിക്കും. അതിനായി തലേ ദിവസം വൈകുന്നേരം തന്നെ നട തുറക്കും. ദീർഘനാൾ അടച്ചിടുകയും വൈകുന്നേരം നട തുറക്കുകയും ചെയ്യുന്നത് ശബരിമല ക്ഷേത്രത്തിൽ മാത്രം കണ്ടുവരുന്നതാണ്. നട തുറക്കുന്ന വൈകുന്നേരം പ്രത്യേക പൂജകളൊന്നും തന്നെ ഉണ്ടാകില്ല. ദീപം തെളിയിച്ച് പൂജകൾക്ക് ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കുകയാണ് പതിവ്. പിറ്റേ ദിവസം ഗണപതി ഹോമവും അഭിഷേകവും തുടങ്ങി താന്ത്രിക ആചാരപ്രകാരമുള്ള പൂജകളും നടക്കുന്നു. മണ്ഡലകാലത്തും മകരവിളക്കിനോടും അനുബന്ധിച്ച് കൂടുതൽ ദിവസവും കൂടുതൽ സമയവും നട തുറക്കും. ഇതിനു പുറമെ ഓണം, കൊടിയേറ്റ്, പ്രതിഷ്ഠാദിനം, വിഷു, ചിത്തിരയാട്ടം, നിറപുത്തരി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും നട തുറക്കും. മീനത്തിലെ ഉത്രമാറാട്ട് പ്രമാണിച്ച് 10 ദിവസത്തേക്ക് നട തുറക്കും. കൊടിയേറ്റുത്സവത്തിന് മാത്രമേ ശബരിമല മേൽശാന്തി സന്നിധാനം വിട്ട് പുറത്തിറങ്ങാറുള്ളൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിന്റെ രാമായണ പാരായണം കേൾക്കാം. രാവണനും ബത രാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം. മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളെന്നിവയുള്ള നാൾ പോകാത്ത കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനൊരായുധപാണിയെന്നാകിൽ നിസ്സംശയം. ദേവാസുരോരകചാരണതാപസരേവരും കണ്ടറിയണം മമ ബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനുമുത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലന്യോന്യം
മേഘങ്ങൾ മാരിച്ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാനൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാധിമുഴുത്തു രഘുകുലനായകൻ. താരേയ താതനോടേവമരുൾ ചെയ്തു, ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴ്കയിൽ. നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ. കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ. അടുത്തതായി രാമായണ ദർശനം. ധർമ്മസംരക്ഷണത്തിന് വേണ്ടി സൂര്യവംശത്തിൽ പിറന്ന താൻ രാവണനെ വധിക്കുമെന്ന് ശ്രീരാമൻ പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് വിവിധങ്ങളായ അസ്ത്രങ്ങൾ രാവണന് നേരെ ശ്രീരാമൻ പ്രയോഗിക്കുന്നു. അതേ ശക്തിയിൽ രാവണനും അസ്ത്രങ്ങൾ എയ്തു. അസ്ത്രപ്രയോഗങ്ങളുടെ ശബ്ദം ത്രിലോകങ്ങളിലും പ്രകമ്പനം കൊണ്ടു. ഈ സമയത്ത് മുറിവേറ്റ് ബോധം മറഞ്ഞു കിടക്കുന്ന ലക്ഷ്മണനെ ഓർത്ത് ശ്രീരാമൻ ദുഃഖിച്ചു. യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെന്ന് സുഗ്രീവനെ അറിയിക്കുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. രാവണൻ്റെ വേലേറ്റ് ലക്ഷ്മണൻ ഭൂമിയിൽ വീണു. പ്രധാന വാനരശ്രേഷ്ഠന്മാർ ലക്ഷ്മണനെ ശുശ്രൂഷിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ശ്രീരാമൻ രാവണവധം പ്രതിജ്ഞ ചെയ്യുന്നത്. ആ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം. മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനൊരായുധപാണി എന്നാകിൽ നിസ്സംശയം. ദേവാസുരോരകചാരണതാപസരേവരും കണ്ടറിയണം മമ ബലം. ഇനി രാമനും രാവണനും ഒന്നിച്ച് ഭൂമിയിലിരിക്കുക എന്നുള്ളതില്ല. രാമൻ്റെ പ്രതിജ്ഞയാണ്. രണ്ടിലൊരാളെ ഉണ്ടാവുള്ളൂ. അവിടെ യുദ്ധത്തിൽ അവശ്യംഭാവിയായ ജയം അഥവാ പരാജയം, അതിനെയാണ് അവിടെ പറയുന്നത്. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ രാവണൻ, രണ്ടുപേരും കൂടി ഇരിക്കില്ല എന്ന്. അതുകൊണ്ട് രാവണവധം പ്രതിജ്ഞ ചെയ്തു എന്നർത്ഥമില്ല. രാവണനുമായി യുദ്ധം ചെയ്യും, അന്ത്യം വരെ യുദ്ധം ചെയ്യുമെന്നേ അർത്ഥമുള്ളൂ. അനന്തരമാണ് രാവണവധം പ്രതിജ്ഞ ചെയ്യുന്നത്. യാതൊരു സംശയവുമില്ല, നിർണയം. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ, മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ. മാർത്താണ്ഡവംശം സൂര്യവംശം. ഇപ്പോൾ സൂര്യവംശത്തിലുള്ളവനാണ് ഞാനെങ്കിൽ നിശ്ചയമായും ഞാനിതാ രാവണനെ കൊല്ലുകയാണ്. സകല ദ്വീപങ്ങളും സകല പർവ്വതങ്ങളും സകല സമുദ്രങ്ങളും സൂര്യചന്ദ്രന്മാരും എല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം നഷ്ടപ്പെടാത്ത കീർത്തിയെ നിലനിർത്തിക്കൊണ്ട് ഞാനിതാ യുദ്ധത്തിൽ രാവണനെ കൊല്ലാൻ പോവുകയാണ്, നിസ്സംശയം. ഇതാണ് രാമൻ്റെ പ്രതിജ്ഞ. ഭൂമിയും ആകാശവും ഉള്ള കാലത്തോളം നിലനിൽക്കുന്ന കീർത്തി, അതാണ് രാമായണ കീർത്തി. പിന്നീട് അധ്യാത്മരാമായണം മൂലത്തിൽ വിധായ രാമായണ കീർത്തിം എന്ന് പ്രത്യേകം വ്യാസഭഗവാൻ എഴുതുന്നുണ്ട്. രാമായണ കീർത്തിയെ ചെയ്തിട്ട്, അപ്പോൾ ശ്രീരാമൻ തൻ്റെ ചെയ്തികളിലൂടെ, വിശേഷിച്ച് രാവണ നിഗ്രഹത്തിലൂടെ ലോകം നിലനിൽക്കുന്ന കാലത്തോളമുള്ള കീർത്തിയെയാണ് ഉണ്ടാക്കിയത്. പ്രപഞ്ച വ്യവസ്ഥയെ
പുനഃക്രമീകരിക്കുന്നതിനുള്ള രാവണവധം, ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ടുള്ള രാവണവധം. അത് ചെയ്തിട്ടാണ് രാമൻ ശാശ്വത കീർത്തിയെ ഉണ്ടാക്കിയത്. ആ പ്രതിജ്ഞയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ദേവാസുരോരകചാരണ താപസരേവരും കണ്ടറിയണം മമ ബലം. ദേവന്മാരും അസുരന്മാരും ഉരകങ്ങളും ചാരണന്മാരും താപസന്മാരും എല്ലാവരും, താത്പര്യം ദേവഗണങ്ങളും മനുഷ്യന്മാരും മറ്റു ജീവജാലങ്ങളുമെല്ലാം എൻ്റെ ബലപരാക്രമം കണ്ടുകൊള്ളട്ടെ എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങൾ എയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹമുൾക്കൊണ്ടു തൂകിത്തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ വിവിധങ്ങളായ അസ്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് ശ്രീരാമൻ രാവണനോട് യുദ്ധം ചെയ്യുകയാണ്. രാവണനോ തുല്യങ്ങളായ പ്രത്യസ്ത്രങ്ങളെ പ്രയോഗിച്ച് രാവണനും. അങ്ങനെ രണ്ടു പേരും തമ്മിൽ നേർക്ക് നേർക്കുള്ള യുദ്ധം. അത് അത്യത്ഭുതകരമായി. രാവണന്മാർ തമ്മിലുള്ള യുദ്ധം മേഘങ്ങൾ മാരി ചൊരിയുന്ന പോലെ, അതാണ് ഉപമിക്കുന്നത്. വാൽമീകി മഹർഷി അനേക ഉപമകളെ പറയുന്നുണ്ട്, അതിലൊന്നാണിത്. മേഘങ്ങൾ എപ്രകാരമാണോ വർഷത്തെ പൊഴിയുന്നത് അനുസ്യൂതം, അതുപോലെ ബാണഗണം രണ്ടു പേരും പൊഴിക്കുകയാണ്. മൂന്ന് ലോകങ്ങളും രണ്ടു പേരുടെയും വില്ലുകളുടെ ഞാണൊലി ശബ്ദം കൊണ്ട് പ്രതിധ്വനിക്കുകയാണ്. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആധിമുഴുത്തു രഘുകുലനായകൻ താരേയ താതനോടേവം അരുൾ ചെയ്തു, ധീരതയില്ല യുദ്ധത്തിനേതും മമ, ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി, ഭ്രാതാവു തന്നോട് കൂടെ മരിപ്പതും. അതിഘോരമായ യുദ്ധം രണ്ടുപേരും തമ്മിൽ തുടരുകയാണ്. പക്ഷേ ആ സമയത്ത് തൻ്റെ സഹോദരൻ, തൻ്റെ എല്ലാമായ ലക്ഷ്മണൻ വീണ് കിടക്കുകയാണല്ലോ. ഈയൊരു ചിന്ത ശ്രീരാമനെ വ്യാകുലപ്പെടുത്തി. അങ്ങനെ യുദ്ധോത്സാഹമില്ലാതായി തീർത്തും വിഷാദത്തിലേക്ക് വീണ് സുഗ്രീവനോട് പറയുകയാണ്, എനിക്ക് യുദ്ധം ചെയ്യാനുള്ള യാതൊരു ഉത്സാഹവുമില്ല, ഈ ഭൂമിയിൽ വസിക്കാൻ പോലും എനിക്ക് താത്പര്യമില്ല. സഹോദരൻ മരണശയ്യയിൽ കിടക്കുകയാണ്. അതോർത്ത് എൻ്റെ വില്ല് പോലും മുറുകുന്നില്ല, എനിക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. മനസ്സത്യന്തം വിഭ്രമമേറിയതാവുകയാണ്. എന്നല്ല, ദുഷ്ടനായ രാവണനെ കൊല്ലാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല. എൻ്റെ എല്ലാ വീര്യവും ഉത്സാഹവും ഇതാ നഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ് വളരെ ക്ലേശത്തോടെ, ഖേദത്തോടെ. ഈ ഭാഗം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. തുടർന്ന് സനാതനധർമ്മം. അറിവ്, സംസ്കാരം, മാനസിക വികാസം എന്നിവയാണ് ഒരാളിൻ്റെ വ്യക്തിത്വത്തെ പരിപൂർണമാക്കുന്നത്. അറിവ് നേടുന്നതനുസരിച്ച് മാനസിക വികാസങ്ങൾ നമ്മളിൽ രൂപപ്പെടും. ഭാഗവതത്തിൽ പറയുന്ന ഉത്കലനിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പ്രണാമം. ഇവിടെ ധ്രുവന നല്ല രീതിയിൽ രാജ്യം ഭരിച്ചു. നമുക്കെല്ലാവർക്കും എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, എനിക്ക് സമാധാനമില്ല, എൻ്റെ മനസ്സ് അശാന്തമാണ്, ഞാൻ ചെയ്യുന്നതിലൊന്നും എൻ്റെ മനസ്സ് ഏകാഗ്രപ്പെടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നോക്കുക, ഒരാളുടെ ജീവിതത്തിൽ സമാധാനം പോയി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉടലെടുക്കും. സമാധാനം ഉള്ളവർ മാത്രമാണ് എപ്പോഴും കർമ്മത്തിനകത്ത് വിജയിക്കുന്നവരും. പിന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വിജയിച്ചെന്ന് വരികയും ചെയ്യാം. ഈ സമാധാനം എവിടെ നിന്ന് ലഭിക്കും?
എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ സമാധാനം എനിക്ക് കിട്ടുന്നത് എൻ്റെ കർമ്മങ്ങളിലൂടെയാണ് എന്നത് മാത്രം നമ്മൾ വിസ്മരിക്കുന്നു. സമാധാനം ലഭിക്കുന്നത് കർമ്മത്തിലൂടെയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു മടിയനും അലസനുമായിട്ട് ഒരിടത്ത് ഇരുന്ന് നോക്കട്ടെ, ഒരുപാട് ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ അത്രയും എൻ്റെ ഉള്ളിൽ കടന്നു കയറി എന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം പിന്നെ എൻ്റെ സമാധാനം കേട്ടോ. ഇനി ഞാൻ കർമ്മനിരതനാകട്ടെ, രാവിലെ എഴുന്നേറ്റ് എൻ്റെ ജോലികളെല്ലാം കൃത്യമായി വളരെ ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സമാധാനം ഒരു നേരം പോക്കുകാർക്ക് കിട്ടില്ല, വഴിപോക്കന് കിട്ടില്ല. ചിലപ്പം നമ്മളെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുടെയും നടുക്കായിരിക്കും ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ സമാധാനം മാത്രം ഇല്ലെങ്കിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് വ്യർത്ഥമായിരിക്കും. അതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികൾ കർമ്മനിരതരാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എനിക്ക് വാർദ്ധക്യമായി, എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് ചില ആളുകൾ പറയാം. പക്ഷേ ഒരു ജോലികൾ ചെയ്യാണ്ട് വെറുതെ ഇരിക്കുമ്പോഴും ചിന്തയെന്ന് പറയുന്ന കർമ്മം നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് അത് വായിച്ചു കൊണ്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിന് സമയം നമ്മൾ കണ്ടെത്തില്ല. അതിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തുകയില്ല. മനസ്സൊരു 10 മിനിറ്റ് പുസ്തകം എടുത്ത് മുന്നിൽ വയ്ക്കുമ്പോൾ തന്നെ ഉറങ്ങി. കുട്ടികൾ പഠിക്കുന്നില്ല എന്ന് അമ്മമാർ പറയും. കുട്ടികളും പുസ്തകം എടുത്ത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവരുറങ്ങി. എന്തുകൊണ്ടാണ് ഇത് നമ്മളെ സത്വഗുണമില്ലാതെ മനസ്സ് തമോ ഗുണത്തിലേക്ക് പോയതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ നമ്മൾ ഉറക്കത്തിലേക്ക് വീണു പോകുന്നത്? എന്തുകൊണ്ടാണ്? നമുക്ക് ആഗ്രഹവും ശ്രദ്ധയും അതിനകത്തില്ല. എന്താകണമെന്ന ആഗ്രഹമില്ല, എന്തിലൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള വിവേകവും നമുക്കില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെ പറ്റുന്നത്. പക്ഷേ ധ്രുവനെ സംബന്ധിച്ചിടത്തോളം ധ്രുവൻ കർമ്മനിരതനായിരുന്നു. കർമ്മനിരതനായിരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ധർമ്മത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ധ്രുവൻ രാജ്യഭാരമെല്ലാം അനേകം സംവത്സരം നല്ല രീതിയിൽ രാജ്യം ഭരിക്കുകയും എല്ലാവരുടെ ഉള്ളിൽ ഈശ്വരീയതയും രാജ്യത്തിൻ്റെ പുരോഗതിയും എല്ലാം ഒരു കൂട്ടായ്മ, പ്രജാക്ഷേമ തൽപരനായിട്ട് തന്നെ രാജ്യം ഭരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം കഴിഞ്ഞ ധ്രുവൻ രാജ്യഭാരമെല്ലാം തൻ്റെ മകനായിരിക്കുന്ന അങ്കനെ ഏൽപ്പിച്ചുകൊണ്ട്, ഉത്തമനായ ഒരു രാജാവായിരുന്നു അങ്കനും, ഏൽപ്പിച്ചുകൊണ്ട് വനാന്തരത്തിലേക്ക് പോയി തപസ് ചെയ്തു. മനസ്സിന് ഏകാഗ്രതയുണ്ടെങ്കിൽ മാത്രമേ തപസ് ഫലിക്കുകയുള്ളൂ. അപ്പം മനസ്സിന്, ചിത്തത്തിന് ഏകാഗ്രത വേണം. പിന്നെന്ത് വേണം? വ്രതാദികൾ അനുഷ്ഠിച്ചിരിക്കണം. വ്രതാദികൾ കൊണ്ട് നമുക്ക് അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഏകാഗ്രത നമുക്ക് ലഭിക്കുകയുള്ളൂ. വ്രതങ്ങൾ എടുത്തിരിക്കണം. ഇത് രണ്ടും അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ചിത്തശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. മനസ്സ് ആദ്യം തപസ് ചെയ്യണം, ആ തപസ്സിനോടൊപ്പം വ്രതാദികൾ അനുഷ്ഠിക്കണം, അതോടൊപ്പം ചിത്തശുദ്ധിയെ നമുക്ക് 3ാമത്തെ സ്റ്റേജിനെ പ്രാപിക്കാൻ പറ്റും. പലപ്പോഴും എല്ലാവരും നാമം ജപിക്കാനിരിക്കുമ്പോൾ ആദ്യത്തെ തപസ്സിനെ തന്നെയാണ് ആദ്യം തന്നെ മനസ്സിൽ ധ്യാനിക്കുന്നത്. നടക്കില്ല. ചിത്തശുദ്ധി വരാണ്ട് ഒരു കാര്യവും നമുക്ക് സാധിക്കുകയില്ല. മനഃശുദ്ധി ഏറ്റവും പ്രധാനമാണ്. മനസ്സ് നിർമ്മലമാക്കി വയ്ക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ധ്രുവൻ കർമ്മനിരതനായ ഒരു രാജാവായിരുന്നെങ്കിൽ കൂടിയും കാട്ടിലേക്ക് പോയതുകൊണ്ട് ഈ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പൂർവ്വകർമ്മങ്ങൾ കൊണ്ട് ഒരു ദോഷവും ധ്രുവനെ ബാധിച്ചില്ല. അതുകൊണ്ട് തപസ് ചെയ്തപ്പോൾ ഏകാഗ്രത കിട്ടി. വ്രതാദി അനുഷ്ഠാനങ്ങൾ ചെയ്തപ്പോഴും ചിത്തശുദ്ധിയെ പ്രാപിച്ച് തപസ് മുഴുകി. അങ്ങനെ ഒരു നാൾ വിഷ്ണു ഭഗവാനിൽ നിന്ന് പാർഷദന്മാർ രഥത്തിൽ വന്നു. അങ്ങനെ ധ്രുവനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ ധ്രുവന് വന്നപ്പോൾ ഇത് പാർഷദന്മാർ കാണിച്ചു കൊടുത്ത്, അമ്മ മുന്നേ ഗമിക്കുന്നത് കാണിച്ചു കൊടുത്തു എന്നും പറയുന്നു ഭാഗവതം. അപ്പോൾ എത്രയോ മഹാനായിരിക്കുന്ന ധ്രുവൻ്റെ കഥാമൃതം എത്ര പാനം ചെയ്താലും നമുക്ക് മതിവരാത്ത ഒന്നാണെന്നുള്ള കാര്യം ഓർമ്മയെ വയ്ക്കുക. രാജാവായിരുന്നു കൊണ്ട് ഭക്തന്മാരെ പരിപോഷിക്കുന്നതിനകത്തും പ്രജാക്ഷേമ തൽപരനുമായിട്ടിരിക്കുന്ന ഒരു രാജാവായിരുന്നു കൊണ്ട് രാജ്യം ഭരിച്ച ധ്രുവനാണ് നമ്മുടെ മുമ്പിലൊക്കെ പ്രതിഫലിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ രാജാവ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെല്ലാം ഗൃഹത്തിനകത്ത് ഒരു ഗൃഹസ്ഥനായിരിക്കുമ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഒരു രാജാവാണ്.
ധ്രുവനെ പഠിച്ചുകൊണ്ട് ഓരോ ഗൃഹനാഥന്മാരും ആ ധ്രുവചരിതത്തിനൊത്ത് മാറ്റം വരുത്തിയാൽ ഒരു പക്ഷേ നമുക്ക് അന്തിമദശയിൽ മുക്തിയെ പ്രാപിക്കാൻ മറ്റു വഴികളൊന്നും തേടേണ്ട കാര്യമില്ല എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും ധ്രുവചരിതത്തിലൂടെ ഉത്തമ ഗുണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.